ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പത്തിരി. അതിലേക്ക് വേണ്ട സാധനം 2 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ എണ്ണ, ഉപ്പ് പാകത്തിന്. ഗോതമ്പ് പത്തിരി ഉണ്ടാക്കാനായിട്ട് ആദ്യം വെള്ളം നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം ഗോതമ്പ് പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി 1 ടീസ്പൂൺ ഇട്ടിട്ട് നന്നായി ഇളക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഗോതമ്പ് പൊടിനെ ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം നന്നായി എണ്ണ കുറച്ച് കയ്യിൽ ഇട്ടതിന് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളാക്കിയിട്ട് നന്നായി പരത്തി കൊടുക്കുക. പരത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ശരി. ഗോതമ്പ് പത്തിരിക്ക് ആവശ്യമുള്ള സാധനം: ഗോതമ്പ് പൊടി 2 കപ്പ്, വെളിച്ചെണ്ണ, ഉപ്പ്, വെള്ളം. ഇത്രയും മതി. ആദ്യം ഗ്യാസ് മേൽ പാത്രം വെക്കുക. വെള്ളം ചൂടാക്കാനുള്ള പാത്രം വെച്ചിട്ട് 2 കപ്പ് വെള്ളം, 2 കപ്പ് വെള്ളം, 1 കപ്പ്. വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉപ്പിട്ടതിന് ശേഷം പൊടി ഇതിലിട്ടിട്ട് ടീസ്പൂൺ കൊണ്ടൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം നന്നായി തിളക്കണമെന്നില്ല, ഇത്രയും തിളച്ചാൽ മതി. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടതിന് ശേഷം തീയൊന്ന് നന്നായി കുറച്ചിട്ട് പൊടി അതിലേക്ക് ഇട്ടിട്ട് അതിൽ ഇട്ടതിന് ശേഷം ബാക്ക് ഭാഗം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി വെള്ളം വറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പരന്ന പാത്രത്തിലേക്ക് ഇതിലേക്ക് ഇടുക. ഒന്ന് ചൂടാറുന്നത് വരെ ഒരു അല്പസമയം ഒന്ന് മാറ്റി വെക്കുക. പൊടി നമ്മൾ വാട്ടി കഴിഞ്ഞു, പാത്രത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഏകദേശം ചൂടാറി കഴിഞ്ഞു. ഇനി അതിലേക്ക് ഇത്തിരി എണ്ണ എടുത്തിട്ട് നന്നായി കുഴക്കുക. നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം എടുത്തിട്ട് നമുക്ക് ഈ കുഴയിൽ ഉപയോഗിച്ച് പരത്താം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു വിഭവമാണ്. ഇത്തിരി കൂടി എണ്ണ അതിൽ വെച്ചെടുക്കാം. ഏകദേശം കുഴഞ്ഞു. നമ്മളത് കുറേശ്ശെ എടുത്തിട്ട് നന്നായി ഉരുട്ട് ഇതേപോലെ ചെയ്യും. നമുക്ക് പലയിടത്തിരി ഗോതമ്പ് പൊടി തന്നെ ഇതിൽ നന്നായി താഴോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ വെക്കുക. കോയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തും. നമുക്ക് ഈ പലക നീങ്ങാതിരിക്കാൻ മാറ്റിൻ്റെ അടി പലക നീങ്ങാതെ പരത്തിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് റൗണ്ടായിട്ട് വന്നിട്ടുണ്ട്. പരത്തി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഭംഗിക്ക് വേണ്ട ഇങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് നന്നായി റൗണ്ട് ചെയ്ത് വെട്ടി കൊടുക്കാം.
ശരിയില്ലെങ്കിൽ ഒന്നും കൂടെ ഇങ്ങനെ പരത്തി അങ്ങനെ റൗണ്ട് ചെയ്ത് പരത്തി. അപ്പോൾ ഇത്തിരി കനം കുറയും, നല്ല ഭംഗിയിൽ പത്തിരി കിട്ടുകയും ചെയ്യും. പത്തിരി ഇത് റൗണ്ടായി വന്നു. ചൂടായ ദോശച്ചട്ടിയിലിട്ട് ഫസ്റ്റിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ഒന്ന് തിരിച്ചിടുക. തിരിച്ചു കഴിഞ്ഞ ശേഷം ഒന്നിങ്ങനെ നന്നായി പ്രസ് ചെയ്ത് വെക്കുക. അത് റെഡി. ഈ പത്തിരി ഏത് ഗ്രേവി ഉപയോഗിച്ചും നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല കട്ടിയുള്ള തേങ്ങയുടെ പാലെടുത്തിട്ട് അതിൽ ഒരു പഞ്ചസാര ഉപയോഗിച്ചും കഴിക്കാം, മുട്ടക്കറി ഉപയോഗിച്ചോ മീൻകറി ഉപയോഗിച്ചോ എന്തുപയോഗിച്ചും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.